അയ്യോ, അതിന്റെ മോണിറ്ററിംഗ് യൂണിറ്റും ഒക്കെ ഡികെയുടെ ഓഫീസ് റൂമിനകത്തല്ലേ? അത് പരിശോധിക്കാൻ മുറിയിൽ കയറുമ്പോ തന്നെ ഡികെ അറിയും. അതിനുള്ള വഴിയൊക്കെ ബാലു തന്നെ കണ്ടുപിടിച്ചോളും. നീ അവനെ വിളിക്ക്, എന്നിട്ടത് കണ്ടുപിടിക്കാൻ പറ. ഡികെ വിളിക്കുന്നു. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങിയില്ലെന്ന് ചോദിക്കുന്നത്. ഹലോ ഡികെ, ആ റെഡിയായി. ഓക്കെ, ഞങ്ങൾ ഉടനെ എത്തിയേക്കാം. ശരി. എന്തു പറഞ്ഞു മായച്ചി? 1 മണിക്കൂറിനകത്ത് വെഡിങ് സെന്ററിലെത്താൻ. ആ, എന്തായി? ബാലുവിനെ കിട്ടിയോ? കിട്ടി. കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ബാലു നോക്കിക്കോളും. എന്നാ പിന്നെ റെഡി ആയിട്ട് ഇറങ്ങാം. ഇപ്പൊ തന്നെ ലേറ്റായി. വേഗം വാ. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ സാർ. ഡികെ, എന്താ ഇവിടെ? എന്താ പ്രോബ്ലം? ഇരിക്കേ. അപ്പൊ പ്രശ്നങ്ങളില്ലാതെ ആരും ഇങ്ങോട്ട് വരില്ല എന്ന് സാറിന് അറിയാം. എല്ലാവരെയും പോലെ അല്ലല്ലോ ഡികെ നിങ്ങള്. അത് ശരിയാ. എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ഒരു കോടതിയിലും പോകാറില്ല, ഒരു സ്റ്റേഷനിലും കയറാറുമില്ല. അതെനിക്കറിയാം. അപ്പൊ പിന്നെ ആർക്കാ പ്രശ്നം? എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക്. സാർ വിചാരിച്ചാലേ അത് തീർക്കാൻ പറ്റൂ. അതിനെന്താ കാര്യം പറ ഡികെ. വഞ്ചനാ കുറ്റത്തിന് ഒരാളുടെ പേരിൽ കേസെടുക്കണം. വ്യക്തമായ കാരണം ഉണ്ടെങ്കിൽ ആരുടെ പേരിലും കേസെടുക്കാം. കാരണമുണ്ട്, വ്യക്തമായ കാരണമുണ്ട്. കല്യാണം കഴിഞ്ഞ് ഭാര്യയുള്ള ഒരുത്തൻ പ്രേമം നടിച്ച് മറ്റൊരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് തെറ്റല്ലേ? ദേ കണ്ടില്ലേ, ഇപ്പൊ സാറ് തന്നെ ഒന്ന് ഞെട്ടിയില്ലേ? ശരിക്കും ഞെട്ടും, ആരായാലും ഞെട്ടും. അത്രയ്ക്ക് വഞ്ചനയല്ലേ അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ സാറിന്റെ മുഖത്തൊരു ടെൻഷൻ? ഹേയ്, ഒന്നുമില്ല. എന്നിട്ട് ബാക്കി പറയും. ആ പെൺകുട്ടിയെ ആ വഞ്ചകന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാമെന്ന് ഞാൻ ഒരാൾക്ക് വാക്കുകൊടുത്തു പോയി. അവന്റെ പേരും ഡീറ്റെയിൽസും പറയൂ ഡികെ. ശക്തമായ നടപടി ഞാൻ ഉടനെ എടുക്കാം. പറ, ആരാവൻ? വെറുതെ നടപടിയെടുത്താ പോരാ, FIR ഇട്ട് റിമാൻഡ് ചെയ്ത് ജയിലിലിടണം ആ റാസ്കലിനെ. എന്താ, പറ്റില്ലേ? പിന്നെ പറ്റും, തീർച്ചയായിട്ടും പറ്റും. നമുക്ക് അവനെ പൂട്ടാന്ന്. ഡികെ, അവന്റെ പേരും വിലാസം പറ. പറയാം, എഴുതിക്കോളൂ. ആ റാസ്കലിന്റെ പേര് അവിനാഷ് വർമ്മ. വിലാസം സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ. പരാതിക്കാരിയായ പെൺകുട്ടിയുടെ പേര് പ്രിയ. എന്താ എഴുതുന്നില്ലേ? സാറിന്റെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 6 മാസം. എന്നിട്ടാണോ സുന്ദരിയായ ഒരു ഭാര്യയുള്ളപ്പോ സാറ് പ്രിയയുടെ പിന്നാലെ നടക്കുന്നത്? ഇത് വഞ്ചനയല്ലേ? സ്വന്തം ഭാര്യയോടും ആ പെൺകുട്ടിയോടും ചതിയല്ലേ ചെയ്യുന്നത്? ഒരു ഫോൺ കോളിൽ തീർക്കാവുന്ന പ്രശ്നമായിരുന്നിട്ടും ഇവിടെ വന്ന് സാറിന്റെ മുഖത്ത് നോക്കിയത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? അവൾ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട കുട്ടിയായതുകൊണ്ടാ. അവിനാശിന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തു. അത് പിന്നെ ഏത് സാഹചര്യത്തിലാണ് സംഭവിച്ചതെന്നൂടെ അറിയണ്ടേ? എന്ത് സാഹചര്യം? നിയമം നടപ്പാക്കാൻ ബാധ്യസ്ഥനായ ഒരു പോലീസുകാരൻ നിയമലംഘനം നടത്തിയാൽ
അതിന് ശിക്ഷ കിട്ടുക തന്നെ വേണം. സാറിനെതിരെ FIR ഇട്ട് കേസെടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. മനസ്സിലായോ? കൊള്ളാം DK. എന്റെ സ്റ്റേഷനിൽ വന്ന് എനിക്കെതിരെ ഞാൻ തന്നെ കേസ് ഫയൽ ചെയ്യണം അല്ലേ? നീ ചെയ്ത തെറ്റിന് പരിഹാരം ഇത് മാത്രമേ ഉള്ളൂ, വേറെ വഴിയില്ല. ഈ പ്രശ്നം ഞാനും പ്രിയം തമ്മിൽ സംസാരിച്ചു തീർത്തോളാം. അല്ലാതെ നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാൻ എന്നെ കിട്ടില്ല. പിന്നെ ഇത് പോലീസ് സ്റ്റേഷനാ. ഞാൻ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറും. നിയമമൊക്കെ ഞാൻ നോക്കിക്കോളാം. അതിനുവേണ്ടി നിങ്ങൾ സമയം കളയണമെന്നില്ല. വെറുതെ ഒരു ഭീഷണി നിന്നോട് പറഞ്ഞിട്ട് മടങ്ങിപ്പോകാൻ വന്നല്ല DK. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇനി നിന്റെ നിഴല് പോലും വീടില്ലാന്ന് തീരുമാനിച്ചുറപ്പിക്കാൻ വന്ന. നിന്നെക്കൊണ്ട് അനുസരിപ്പിക്കാൻ വന്ന. ഈ പോലീസ് യൂണിഫോമിനോട് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ നിന്നെപ്പോലെ കാക്കിക്കുള്ളിലെ ക്രിമിനലുകളോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ഒരു പോലീസ് ഓഫീസറെയാ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത്. അതുകൊണ്ട് അത് ഓർമ്മ വേണം. ഈ കൂട്ടിട്ട DK മാത്രമേ നിനക്കറിയൂ. ഇതിനകത്ത് മറ്റൊരു DK ഉണ്ട്. ഏത് ശത്രുവിനെയും ഒരു ദയയുമില്ലാതെ വേട്ടയാടി പിടിക്കാൻ മടിയില്ലാത്തൊരു DK. ഒരു മണിക്കൂർ സമയം ഞാൻ നിനക്ക് തരും. അതിനുള്ളിൽ ആലോചിച്ചൊരു നല്ല തീരുമാനം എടുക്ക്. നിന്റെ തീരുമാനം അറിയാൻ ഞാൻ വീണ്ടും വരും. നിന്റെ കൂട്ടുകൂടിയാ എന്റെ കുഞ്ഞ് ഇത്രയും നശിച്ചത്. മോളെ, എന്തിനാ മോളെ നീ ഇത്രയും വലിയൊരു കള്ള അച്ഛനോട് പറഞ്ഞത്? അച്ഛാ, ഞാൻ അച്ഛന് പ്രായമേറി വരിക, പല കാര്യങ്ങളും മറവിയ. അതൊരു രോഗമാണെന്ന് അച്ഛനറിയാം. പലതും മറക്കുമ്പോഴും അച്ഛൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. എന്റെ മോൾ ഒരിക്കലും കള്ളം പറയില്ലെന്ന്. നിന്നെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റുമെന്ന് അച്ഛൻ എപ്പോഴും പറയാറില്ലേ? പക്ഷെ അപ്പോഴും അച്ഛനറിയാം കള്ളം പറയാൻ എന്റെ മോക്ക് പറ്റില്ല എന്ന്. പ്ലീസ്, ഞാൻ അച്ഛൻ പറഞ്ഞു തീർക്കട്ടെ, പിന്നെ മറന്നുപോകും. അതാ മോള് കള്ളം പറയുമ്പോ നിന്റെ ശബ്ദത്തിനൊരു പതർച്ചയുണ്ടാവും. നിന്റെ കണ്ണ് ചിരിക്കും. നിനക്കെന്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അച്ഛനറിയാം മോള് പറഞ്ഞത് കള്ളമാണെന്ന്. അച്ഛനോട് മോക്ക് സത്യം പറഞ്ഞൂടെ? അച്ഛൻ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, അപ്രിയമായ സത്യങ്ങളൊന്നും പറയരുതെന്ന്. ഇതും അതുപോലെ ഒന്നാണെന്ന് കരുതിയാ മതി. ഞാനും പ്രിയയും അച്ഛൻ ഒരുപോലെയല്ലേ? ഞങ്ങളിൽ ആര് തെറ്റ് ചെയ്താലും അച്ഛന് വേദനിക്കും. തൽക്കാലം എന്നോടൊന്നും ചോദിക്കല്ലേ അച്ഛാ. എനിക്ക് മമ്മിയുടെ ചീത്ത കേട്ട് നല്ല ശീല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഓ, അത് ശരി. അപ്പൊ ചെയ്ത തെറ്റിന് ഇതിനകത്ത് വന്ന് നീ ക്ഷമ പറയാണല്ലേ, അല്ലടി?
പട്ടിയുടെ വാല് പോലെയാ നിന്റെ സ്വഭാവം. ഒരിക്കലും നേരെയാവില്ല. ആശാലതെ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. എന്നെ ചട്ടം പഠിപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട. പറ്റുമെങ്കിൽ മോളെ പഠിപ്പിക്കേ. തെളിവടക്കം പിടിച്ചിട്ടും നിങ്ങൾക്ക് വിശ്വാസമില്ല. മൂത്ത മോള് പറയുന്നതാ വേദവാക്യം. പിന്നെ ആരാടി? എന്റെ മോളാണോ തെറ്റ് ചെയ്തത്? ആശാലതെ, കൺമുന്നിൽ കാണുന്ന എല്ലാം സത്യമാവണമെന്നില്ല. നിന്റെ കണ്ണുകൾ ചിലപ്പോ നിന്നെ തന്നെ വഞ്ചിക്കും. വഞ്ചിച്ചതേ നിങ്ങളുടെ പുന്നാര മോളാ. അവള് തന്നെ തെറ്റ് സമ്മതിച്ചതല്ലേ? ഒരാൾ താൻ ചെയ്ത തെറ്റ് സമ്മതിക്കുന്നതും മറ്റൊരാൾ ചെയ്ത തെറ്റ് സ്വയം ഏൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ നിനക്കിനി ഒരുപാട് കാലം വേണ്ടിവരും. എന്താ പറഞ്ഞത്? മറ്റുള്ളവരുടെ തെറ്റ് ഏറ്റെടുത്തുന്നോ എന്ന് പറഞ്ഞ എന്റെ മോളാണ് തെറ്റ് ചെയ്തതെന്ന് അല്ലേ? മനുഷ്യ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഈ അസത്തിനെ ഇനി വീടിന്റെ പുറത്തിറങ്ങാൻ സമ്മതിക്കരുത്. ഫോൺ പോലും കൊടുക്കരുത്. ഇനി ഇവിടുന്ന് സ്കൂട്ടർ എടുത്ത് പുറത്തോട്ടെങ്ങാനും ഇറങ്ങിയ. അത് പറയാൻ നിനക്കെന്താ അവകാശം? അവളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ നിനക്കോ എനിക്കോ ഒരവകാശവുമില്ല. എന്തിനാടി നിന്ന് മോങ്ങുന്നത്? ഈ വീടിന്റെ മുഴുവൻ സമാധാനക്കേട് നീയാ. ആരുടെയെങ്കിലും കൂടെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാലേ ഞങ്ങൾക്ക് സമാധാനം കിട്ടും. നീ കാരണം ഞാനും എന്റെ മോളും ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല അനുഭവിക്കുന്നത്. മനുഷ്യ, വേഗം ആരെങ്കിലും കണ്ടുപിടിച്ച് ഇവളെ അവരുടെ തലയിൽ കെട്ടിവെച്ച് ശല്യം ഒഴിവാക്കാൻ നോക്ക്. വാവ്, ഇതാ ഇത് നോക്കൂ മാഡം. എവിടെ? അതെ, ഇതിന് എത്ര വില വരും? 10,000 അതോ 15,000? മാഡം, ഈ സാരികളെല്ലാം അതിലും കൂടുതൽ വിലയുള്ളതാ. കുറഞ്ഞ വിലയ്ക്കുള്ളതും വേണ്ടെന്ന് DK പ്രത്യേകം പറഞ്ഞതാ. 15 ലക്ഷത്തിലധികം രൂപയുടെ ആഭരണങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോ ഇതൊക്കെ അത്രയ്ക്ക് വിലയുള്ളതാണോ? അതെ മാഡം. അല്ല, ശരിക്കും ഞങ്ങളുടെ ഷോപ്പിംഗ് നേരത്തെ കഴിഞ്ഞല്ലോ. പിന്നെ ഇപ്പൊ ഇതൊക്കെ എന്തിനാ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്? അതിന് ഇതൊക്കെ നമുക്ക് വേണ്ടിയാണെന്ന് ആരാ പറഞ്ഞത്? പിന്നെ വരാൻ പോകുന്ന നമ്മുടെ അമ്മായിയമ്മയ്ക്ക് അണിയാനുള്ള പട്ടും പൊന്നുമാണിത്. അത് ശരി, അപ്പൊ അതാ കാര്യം. പക്ഷെ വരാൻ പോകുന്ന അമ്മായിയമ്മ ആരാന്ന് DK ഇതുവരെ പറയാത്ത എന്താ? അതല്ലേ സസ്പെൻസ്. താലി കെട്ടും മുമ്പെങ്കിലും പറയുമോ എന്തോ. അല്ല മായേച്ചി, DK നമ്മളോട് എന്തിനാ ഇത് മറച്ചു വെക്കുന്നത്? ആർക്കറിയാം? ഓരോന്ന് തീരുമാനിക്കുന്നു, നടപ്പാക്കുന്നു. നമുക്കതിലൊന്നും ഒരു കാര്യമില്ല. വരാൻ പോകുന്ന അമ്മായിയമ്മയെ സ്വീകരിക്കാൻ തയ്യാറാവുക. താലികെട്ട് കഴിയുമ്പോ അമ്മായിയമ്മയുടെ കാല് കഴുകി ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കുക. അമരാവതിയുടെ പുതിയ അമ്മായിയമ്മയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ആ കടമ മാത്രം മരുമക്കള് ചെയ്താ മതിയെന്ന് DK തീരുമാനിച്ചിട്ടുണ്ടാവും. എന്തായാലും ആഭരണങ്ങളും ഡ്രസ്സും ഗംഭീരായിട്ടുണ്ട്. അതെ അതെ. What is this? ये सब क्या है? വരാൻ പോകുന്ന ഭാര്യയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യാൻ DK പറഞ്ഞയച്ചതാ. Really? ऊपर भगवान, ലിറ്റിൽ കണ്ണ, I am happy. എനിക്ക് സന്തോഷമായി. ആഭരണങ്ങളും കല്യാണസാരികളും എല്ലാം കൊണ്ടുവന്നു. പക്ഷെ കല്യാണം കഴിക്കാനുള്ള പെണ്ണിന്റെ കാര്യം മാത്രം ഇപ്പോഴും സസ്പെൻസിലാ. DK അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടില്ല, പക്ഷേ അതാരാന്ന് എനിക്കറിയാം. സത്യമാണോ അമ്മേ? പറയാമേ, ആരാ ആ ഭാഗ്യവതി?
ഒരു മഹാഭാഗ്യവതി. ഈ വീടിന്റെ പൂജാമുറിയിൽ ദീപം തെളിയിക്കാൻ ദൈവം അനുഗ്രഹിച്ച സൗഭാഗ്യവതി. അതറിയാനേ നിങ്ങൾ കുറച്ചുകൂടി കാത്തിരിക്കണം. ജസ്റ്റ് വെയിറ്റ് ഡോട്ടേഴ്സ്. ഇത് വല്ലാത്ത കഷ്ടം തന്നെയാ. അമ്മ പോലും അത് ആരാന്ന് മറച്ചു വെക്കുന്നു. ഇത് നമ്മളെ മനഃപൂർവ്വം അപമാനിക്കുന്നതാന്നാ എനിക്ക് തോന്നുന്നത്. അല്ല മാഡം, ഞങ്ങള് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. നിങ്ങളിപ്പോ പൊയ്ക്കോളൂ. ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ വിവരം അറിയിക്കാം. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. മയിച്ച എന്താ ആലോചിക്കുന്നേ? അമരാവതിയുടെ മരുമകളായി ആര് വേണമെങ്കിലും വന്നോട്ടെ, നമ്മൾ അവളെ സന്തോഷത്തോടെ വരവേൽക്കും. പക്ഷേ അതൊരിക്കലും നമ്മളെ അപമാനിച്ചവളാവരുത്. ആര്? ആ ജ്യോതിയോ? അതെ, അങ്ങനെ സംഭവിച്ചാൽ അന്ന് തീരും അമരാവതിയിലെ സന്തോഷവും സമാധാനവും. ഇതൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാവാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ഇവിടെ വന്ന് സാറിന്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? അവൾ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട കുട്ടിയായതുകൊണ്ട്. അവിനാശിന്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തു. ഈ കൂട്ടിട്ട DK മാത്രമേ നിനക്കറിയൂ. ഇതിനകത്ത് മറ്റൊരു DK ഉണ്ട്. ഏത് ശത്രുവിനെയും ഒരു ദയയുമില്ലാതെ വേട്ടയാടി പിടിക്കാൻ മടിയില്ലാത്തൊരു DK. പ്രിയയുടെ കാര്യത്തിൽ DK എന്തിനാ ഇടപെടുന്നു? അയാൾക്കെന്താ ആ കുടുംബാടുത്ത ബന്ധം? ഇതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട്. DK ഭയന്ന എനിക്ക് പ്രിയയെ നഷ്ടപ്പെടും. പറഞ്ഞ സമയം കഴിഞ്ഞു. എനിക്ക് സാറിന്റെ തീരുമാനം അറിയണം. എന്ത് തീരുമാനം? എന്റെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാൻ നിങ്ങൾക്കെന്ത് അധികാരം? DK, ഒരാൾ ജീവിക്കേണ്ടത് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അതിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യം? ഇക്കാര്യത്തിൽ ദയവേ നിങ്ങൾ ഇടപെടരുത്. ഒരു പരസ്പര ബഹുമാനത്തിന് അതല്ലേ നല്ലത്. അപ്പോ ഞാൻ ഈ പറഞ്ഞൊന്നും നിന്റെ തലയിൽ കേറിയിട്ടില്ല എന്നർത്ഥം. പക്ഷേ ഇതിന്റെ ഫലം നീ അനുഭവിക്കും. ഈ യൂണിഫോമിൽ നിന്ന് നിന്നെ ഒഴിവാക്കാൻ എനിക്ക് അധിക സമയമൊന്നും വേണ്ട. എന്ന് വെച്ചാ നിങ്ങൾ എന്നെ അങ്ങ് സസ്പെൻഡ് ചെയ്യുമെന്ന് അല്ലേ? ഭയപ്പെടുത്തില്ല DK. നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ അവിനാശ്? പ്രിയ ഞാൻ പറയുന്നതേ കേൾക്കൂ. അവളാണ് എന്റെ ധൈര്യം. കൊള്ളാം. ബുദ്ധി ഉറയ്ക്കാത്തൊരു പെൺകുട്ടിയെ പറഞ്ഞു മയക്കി അവളുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയാണെന്ന് നീ കരുതുന്നുണ്ടോ? അവള് നിന്നെ അന്ധമായി വിശ്വസിച്ചു. എന്നാൽ നീയോ? നീ ശ്രമിക്കുന്നത് അവളെ ചതിക്കാനാ. സന്തോഷമായിട്ട് ജീവിക്കുന്ന ആ കുടുംബം നീ കാരണം നാളെ ഒരു ദുരന്തം അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ പഠിപ്പിക്കേണ്ട പാഠം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളാരാ? നാട്ടുരാജാവോ അതോ പഞ്ചായത്ത് പ്രസിഡന്റോ? അല്ല,
നാട്ടുകാരുടെ പ്രശ്നങ്ങൾ മുഴുവൻ നിങ്ങൾ എന്തിനാ തലയിലെടുത്ത് വെക്കുന്നത്? മര്യാദയ്ക്ക് സ്വന്തം ബിസിനസ് നോക്കി ജീവിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. Shut up! Shut up! Shut up! നിന്റെ സ്റ്റേഷനിൽ വന്ന് നിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്കതിനുള്ള ചങ്കുറപ്പുണ്ടെന്ന് നീ മനസ്സിലാക്കിക്കോ. ഒരാളെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ DK തീരുമാനിച്ചാൽ പിന്നത് തടയാൻ ആർക്കും കഴിയില്ല. DK, ഏതോ ഒരു പെണ്ണിന്റെ കാര്യത്തില് നമ്മൾ തമ്മിൽ വഴക്കിടേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അവളെ രക്ഷിക്കാമെന്ന് ഇത്ര വലിയ വാക്ക് കൊടുക്കാൻ അവളും നിങ്ങളും തമ്മിൽ എന്താ ബന്ധം? ആ, അത് പോട്ടെ. അത് കിള്ളി കിള്ളി ചോദിച്ച് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. കഴിയുമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, എന്നെ ഉപേക്ഷിക്കാൻ അവളോട് പറ.